കെ.ജെ. ഷൈൻ്റെയും വൈപ്പിൻ എം.എൽ.എ. കെ.എൻ. ഉണ്ണികൃഷ്ണന്റെയും പരാതികളിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എറണാകുളം റൂറൽ പോലീസ്. പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എല്ലാ പോസ്റ്റുകളും വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. സൈബർ ഡോമിലെ അടക്കം വിദഗ്ധരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പല കോണുകളിൽ നിന്ന് വ്യാപകമായ രീതിയിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകളാണ് ഇക്കാര്യത്തിലുണ്ടായത്. പലരും യഥാർത്ഥ പേരുകളിലല്ല ഈ പോസ്റ്റുകളൊക്കെ തന്നെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൃത്യമായും അതിൻ്റെ കാരണക്കാരാര്, പ്രതികളാരെന്നത് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 28 പേർക്കെതിരെയാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. അതിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താക്കളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന BRM ഷഫീർ, ജിൻഡോ ജോൺ തുടങ്ങിയവരുമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ കേസിലെ FIR-ൽ പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണനൊപ്പം KM ഷാജഹാനും മാത്രമാണ് പ്രതികളായിട്ടുള്ളത്. പക്ഷേ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ കൂടുതൽ പേർ പ്രതിസ്ഥാനത്തേക്ക് വരുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇന്നലെ കെ.ജെ. ഷൈൻ്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയപ്പോൾ അവർ കൂടുതൽ തെളിവുകളും പേരുവിവരങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിലും കൂടി ആഴത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് കെ.ജെ. ഷൈൻ രംഗത്ത് വരികയും ചെയ്തു. കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തെളിവുകളും കൊടുക്കുന്നുണ്ട്, കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചവിട്ടുപടിയാണ്, സംസ്കാരത്തിലേക്ക് വരാനുള്ള ചവിട്ടുപടികളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ളൊരു ബോധ്യം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാവണം. സ്ത്രീ പുരുഷ ലൈംഗികത എന്ന് പറയുന്നത് നടു റോട്ടിലിട്ട് വലിച്ചിഴക്കാനുള്ളതല്ല എന്നുള്ള മിനിമം സാംസ്കാരിക ബോധ്യമെങ്കിലും ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വൈപ്പിൻ എം.എൽ.എ. കെ.എൻ. ഉണ്ണികൃഷ്ണനും പരാതി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണന്റെ പരാതിയിൽ വൈകിട്ട് മുനമ്പം ഡിവൈഎസ്പി വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ KM ഷാജഹാന്റെ അടക്കം പേരുകളാണ് വൈപ്പിൻ എം.എൽ.എ. നൽകിയ പരാതിയിലുള്ളത്. അതിലും അന്വേഷണമുണ്ടാകും. അത് ഉറവിടം പറവൂര് തന്നെയാണ്. ഷാജഹാൻ സാർ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. പറവൂര് നടന്നു എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം ദൃക്സാക്ഷിയെ പോലെ വാർത്താവതരണം നടത്തുകയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഇത് അവതരിപ്പിക്കാനായിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആശയം എങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ചു? ഷാജഹാൻ ഒരു CPM-നെ തകർക്കുക എന്നുള്ളൊരു ടാർഗറ്റ് ഉണ്ടല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് ജില്ലയിലെ പ്രധാനപ്പെട്ട 3 CPM MLA-മാർ KM ഷാജഹാനെതിരെ പരാതി നൽകിയിരിക്കുന്നു എന്നതാണ്. PV ശ്രീനിജിന് പുറമെ കൊച്ചി MLA KJ മാക്സിയും, കോതമംഗലം MLA ആന്റണി ജോണും KM ഷാജഹാനെതിരെ പരാതി നൽകിയിരിക്കുന്നു. KM ഷാജഹാന്റെ വീഡിയോയിൽ എറണാകുളത്തെ 3 CPM MLA-മാരെ പ്രതിക്കൂട്ടിൽ നിർത്തി എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. മൊത്തം 4 MLA-മാർ ഉണ്ട്. ആ 4 MLA-മാരിൽ ഒരാളാണ് പ്രതി എന്ന രീതിയിലാണ് KM ഷാജഹാൻ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആ വീഡിയോ അവതരിപ്പിച്ചത്. അതാണ് അവർ കേസിന് ആധാരമായി ചൂണ്ടിക്കാണിക്കുന്നത്. KM ഷാജഹാനെതിരെ MLA-മാരുടെ പരാതിയിലും വ്യത്യസ്ത കേസുകൾ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.